ഓണപ്പൊട്ടൻ. ഈ പേര് മലബാറുകാർക്ക് സുപരിചിതമായിരിക്കും. മധ്യതെക്കൻ കേരളത്തിൽ ജീവിക്കുന്നവർക്ക് ഒരുപക്ഷെ ഓണപ്പൊട്ടനെ കുറിച്ച് അറിയണമെന്നില്ല. എന്നാലും അറിയുന്നവരൊക്കെ ഉണ്ടാകും കേട്ടോ. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഉൾനാടൻ പ്രദേശങ്ങളിൽ ഉത്രാടം, തിരുവോണം ദിവസങ്ങളിൽ വീടുകളിൽ എത്തുന്ന തെയ്യമാണ് ഓണപ്പൊട്ടൻ. മലബാറുകാരുടെ മാവേലി തമ്പുരാൻ എന്നു തന്നെ പറയാം. ഓണേശ്വരൻ എന്നും വിളിപ്പേരുണ്ട്. ഓണത്തിന്റെ വരവറിയിച്ചാണ് ഓണപ്പൊട്ടന്റെ വരവ്. 41 ദിവസത്തെ ചിട്ടയായ വ്രതത്തിനു ശേഷം ഉത്രാടം നാളിൽ പുലർച്ചെ കുളിച്ച് പിതൃക്കൾക്ക് കലശം സമർപ്പിച്ച് പൂജ നടത്തിയാണ് ഇവർ വേഷം കെട്ടുക. നേരം വെളുത്താൽ വീട്ടിലുള്ളവർക്ക് അനുഗ്രഹം നൽകി മറ്റു വീടുകളിലേക്ക് ഐശ്വര്യ പ്രാർത്ഥനകളുമായി ഓണപ്പൊട്ടൻ തിരിക്കും. ഒരിടത്ത് നിൽക്കാതെ ഗ്രാമീണ വഴികളിലൂടെ വേഗത്തിലുള്ള നടപ്പാണ് ഓണപ്പൊട്ടന്റേത്. പരമാവധി വീടുകളിൽ എത്താനുള്ള പ്രയത്നമാണത്. ഓണപ്പൊട്ടൻ ഒരിക്കലും കാല് നിലത്തുറപ്പിക്കാറുമില്ല. താളം ചവിട്ടുകയും ഓടുകയും ഒക്കെ ചെയ്യും. മണികിലുക്കിയാണ് ഓണപ്പൊട്ടന്റെ വരവ്. ഓണപ്പൊട്ടൻ വാ തുറന്നൊന്നും ഉരിയാടാറില്ല. അതുകൊണ്ടാണ് ഓണപ്പൊട്ടൻ എന്നൊരു വിളിപ്പേര് പോലും ഉണ്ടായത്. കുറ്റ്യാടി വെള്ളിപ്പിൽ നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരി ഉണ്ട് നമുക്കൊപ്പം, ഓണപ്പൊട്ടന്മാർക്കൊപ്പം. അപ്പോൾ നമുക്ക് പ്രസാദിനോട് തന്നെ ചോദിക്കാം. പ്രസാദ്, ഗുഡ് മോർണിംഗ്, ഹാപ്പി ഓണം. അവിടെ മഴയാണോ? ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. നല്ല മഴയാണ്. ഇന്നലെ രാത്രി മുതൽ മഴയാണ്. ഇപ്പോൾ എല്ലായിടത്തും ഉത്രാടപ്പാച്ചിലേക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ നിൽക്കുന്നത് കുറ്റ്യാടിയിലാണ്. കുറ്റ്യാടിയിൽ സേതുലക്ഷ്മി പറഞ്ഞതുപോലെ ഇവിടെ ഓണപ്പൊട്ടൻ ഇറങ്ങിക്കഴിഞ്ഞു. ഉത്രാടം നാളിലും തിരുവോണ ദിവസവുമാണ് ഓണപ്പൊട്ടൻ ഇറങ്ങുക. ഓണപ്പൊട്ടൻ എന്ന് പറയുന്നത് മഹാബലിയുടെ പ്രതിരൂപമായിട്ടാണ് കാണുക. ഓണത്തെ ദിവസം മഹാബലി വീടുകളിൽ വരുന്നു എന്നുള്ളതാണല്ലോ സങ്കല്പം. അപ്പോൾ ഓണപ്പൊട്ടൻ ഓരോ വീട്ടിലും പോയി അവിടെ നിന്ന് അവരെ അനുഗ്രഹിച്ച് മടങ്ങുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ഓരോ സ്ഥലത്തും ഇപ്പൊ നമ്മൾ കാണുന്നത് 9 ഓണപ്പൊട്ടന്മാർ. ഇവിടെ ഒരു തറവാടുണ്ട്, പന്തീരടി തറവാട്. അവിടെ പോയി അവിടെ നിന്ന് ദക്ഷിണയെല്ലാം വാങ്ങിയതിന് ശേഷമാണ് ഓരോ സ്ഥലങ്ങളിലും പിന്നീട് ഇവിടെയുള്ള ഓരോ വീടുകളിലേക്കും പോകുക. ഇത് നേരത്തെ 10 ദിവസം അത്തം മുതൽ ഇതിന്റെ വ്രതാനുഷ്ഠാനമുണ്ട്. ഇപ്പൊ നമ്മളിവിടെ കാണുന്ന ചമയങ്ങളെല്ലാം ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടിയാണ് ഈ ചമയങ്ങളെല്ലാം തന്നെ ഒരുക്കങ്ങൾ തുടങ്ങിയത്. പിന്നെ ഒരു 2.5 മണിക്കൂറോളം നീണ്ട ചമയത്തിന് വേണ്ടി അത്രയും സമയം വേണം. ഇപ്പോൾ അതിനകത്ത് താടി, നേരത്തെ സേതുലക്ഷ്മി പറഞ്ഞതുപോലെ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇത് മിണ്ടാറില്ല, ഓണപ്പൊട്ടൻ മിണ്ടാറില്ല. അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് മഹാബലിക്ക് വിശ്വാസപ്രകാരം, ഐതിഹ്യപ്രകാരം മഹാബലി വർഷത്തിലൊരിക്കലാണ് വരുന്നത്. ആ ദിവസമാണ് ഓണം. അപ്പോൾ അന്ന് വാമനൻ കൊടുത്ത അനുഗ്രഹത്തിൽ ഒരു വർഷത്തിലൊരിക്കൽ വരാം, പക്ഷെ ആരോടും മിണ്ടാൻ പാടില്ല എന്നുള്ളതായിരുന്നു. അതാണ് ഇവര് പറയുന്ന സങ്കല്പം. അതുകൊണ്ടാണ് നമുക്ക് ഈ താടി വെച്ചിരിക്കുന്നത് മൂക്കിന് താഴെ നിന്നും മീശയോട് ചേർന്നാണ് ഈ താടിയുടെ രൂപം. ഇത് വാഴനാര് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള താടിയാണ്. അത് മുടിയും എല്ലാം വാഴനാര് കൊണ്ടാണ്. അതോടൊപ്പം തന്നെ ഈ കിരീടമുണ്ട്. അവിടെ പുഷ്പമെല്ലാം തന്നെ വെച്ച് അലങ്കരിച്ച് ഓലക്കട ചൂടി മണിനാദം മുഴക്കി ഓരോ വീടുകളിലേക്കും വളരെ വേഗത്തിലാണ്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് സമയം കൊണ്ട് ഒരു നല്ല ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞു. നമ്മളിവർ ഓരോ വീടുകളിൽ നിന്നുമാണ് ആദ്യം രാവിലെ പോയി കണ്ടത്. അവിടെ എല്ലാ ഒരുക്കങ്ങളായിരുന്നു. ആ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഈ പന്തീരടി തറവാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് എല്ലാവരും ഈ 9 ഓണപ്പൊട്ടന്മാരും ആ വീട്ടിൽ കയറി അവിടെ ദക്ഷിണ വാങ്ങി അനുഗ്രഹം കൊടുത്ത് പിന്നീട് ഓരോ വീടുകളിലേക്കും പോകും. ഇത് കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി, പേരാമ്പ്ര, നാദാപുരം, അതോടൊപ്പം തന്നെ കണ്ണൂര്, കോഴിക്കോടിന്റെ അതിർത്തി പങ്കിടുന്ന കണ്ണൂർ മേഖലയുടെ ഇത്തരത്തിൽ ഓണപ്പൊട്ടന്മാർ ഇറങ്ങുന്നുണ്ട്. എന്തായാലും വളരെ രാവിലെ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് തന്നെ നമുക്കറിയാം, വളരെ കടും വർണ്ണത്തിലുള്ള വസ്ത്രങ്ങളും, ചുവപ്പ് വസ്ത്രം, അതോടൊപ്പം തന്നെ പുഷ്പം, തെച്ചിപ്പൂവെല്ലാം വെച്ചിട്ടുള്ള ആടയാഭരണങ്ങൾ, അതോടൊപ്പം മണിനാഥം, ഓലക്കുട, ഈ ചൂടി കാഴ്ച തന്നെ നമുക്ക് വളരെ ആനന്ദം പകരുന്ന കാഴ്ചയാണ്. അതൊരു ആചാരത്തിന്റെ ഭാഗം കൂടിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ കോഴിക്കോട് വന്നതിന് ശേഷം ഈ ചടങ്ങ് കൂടി കാണുന്നത്. എന്തായാലും ഇത് ഇന്നും നാളെയും ഉത്രാടവും തിരുവോണ ദിവസവും ഓണപ്പൊട്ടന്മാർ ഈ മേഖലകളിൽ ഇറങ്ങും. എല്ലാ വീടുകളിലും പറഞ്ഞതുപോലെ നല്ല ഭംഗിയാണ്. അവരുടെ ഒരു വേഷവിധാനവും നടന്നു വരുന്നതൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. അപ്പം ഈ ഓണപ്പൊട്ടന്മാരെ വീട്ടിലേക്ക് എങ്ങനെയാണ് സ്വീകരിക്കുക? എന്തെങ്കിലും ചടങ്ങുകളുണ്ടോ? ചടങ്ങുകളോടുകൂടിയാണ് ഇവരെ സ്വീകരിക്കുന്നത്? അവർക്ക് ഹരിയും അതോടൊപ്പം തന്നെ ദക്ഷിണയും നൽകി മടങ്ങും എന്നുള്ളതാണ്. ഇത് മലയ സമുദായത്തിൽപ്പെട്ട ആളുകൾക്കാണ് ഇത് ഈ ചടങ്ങിൽ ഓണപ്പൊട്ടൻ വേഷം കെട്ടാനുള്ള അവകാശമുള്ളത്. സാമൂതിരി നൽകിയിട്ടുള്ള അവകാശമാണ്. അതുകൊണ്ട് തന്നെ ഈ 2 ദിവസവും ഇപ്പോൾ നമ്മൾ ആ വീട്ടിലേക്ക് കയറുകയാണ്. ഇവിടെ 9 പേർ ഇതുപോലെ ഒരു വീട്ടിലും കൂടി കയറും. അതിനുശേഷം മാത്രമാണ് ഇവർ ഒറ്റ തിരിഞ്ഞ്, അതായത് നേരത്തെ സേതുലക്ഷ്മി പറഞ്ഞതുപോലെ അതിവേഗത്തിലായിരിക്കും സഞ്ചരിക്കുക. ആരോടും മിണ്ടില്ല. നേരത്തെ ആ മിണ്ടാത്തതിന്റെ കാരണമാണ് പറഞ്ഞത്. മഹാബലി പാതാളത്തേക്ക് ചവിട്ടിത്താഴ്ത്തിയപ്പോൾ, വാമനൻ ചവിട്ടിത്താഴ്ത്തിയപ്പോൾ
മഹാബലി ആവശ്യപ്പെട്ടിരുന്നത് വർഷത്തിൽ ഒരിക്കലെങ്കിലും തന്റെ പ്രജകളെ കാണാൻ അനുമതി വേണം എന്നുള്ളതായിരുന്നു. അപ്പോൾ പ്രജകളെ കാണാം, പക്ഷേ പ്രജകളോട് മിണ്ടാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് ആ സങ്കല്പപ്രകാരമാണ് ഇവർ താടി ഈ മീശയോട് ചേർന്ന് നമുക്ക് വായ കാണാൻ കഴിയില്ല, വായ മറച്ച് താടി രൂപം വെച്ചിട്ടുള്ളത്. ആരോടും മിണ്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് അവരോടൊന്നും സംസാരിക്കാനൊന്നും പറ്റില്ല. ഇപ്പോൾ ഇവര് ഈ തറവാട്ടിലേക്ക് കയറുകയാണ്. ആ കാഴ്ച നമുക്ക് കാണാം. ഇവിടെ വെച്ച് ദക്ഷിണയെല്ലാം കൊടുത്ത് അവരെ സ്വീകരിച്ച് വലിയ രീതിയിൽ ഒത്തിരി ആൾക്കാരുണ്ടല്ലേ അവിടെ കാണാനായി കാത്തിരിക്കുന്നുണ്ട്. ആളുകളെല്ലാം തന്നെ ആ ചടങ്ങ് തീർച്ചയായിട്ടും രാവിലെ തന്നെ ഒരുപാട് പേർ ഈ കാഴ്ച കാണാൻ വേണ്ടി ഇവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ ഓണത്തിന് കാണാൻ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും സുന്ദരമായ ഒരു ആചാരം, ഒരു ചടങ്ങ് ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് തന്നെയാണ് എന്ന് തന്നെയാണ്. കാരണം 9 പേരാണ് അവരതിന്റെ വ്രതാനുഷ്ഠാനം. അത്തം മുതൽ വ്രതാനുഷ്ഠാന ചടങ്ങുകൾ തുടങ്ങും. ഇവർ ഉത്രാടത്തിനും തിരുവോണത്തിനും ഇതുപോലെ ഓരോ വീടുകളിൽ കയറി അനുഗ്രഹം ചൊരിഞ്ഞ് മടങ്ങും. അവിട്ട നാളിലാണ് ഇവരുടെ ഓണാഘോഷം ഉണ്ടാകുക എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ അതിന്റെ ചടങ്ങുകളിലേക്ക് കടക്കുന്നു. ഒരുപാട് പേർ ഈ തറവാട്ടിലുള്ള ഈ വീട്ടിലുള്ള ഒരുപാട് ആളുകൾ ഇവർക്ക് ഇവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. വഴി നീളെ നമ്മളെല്ലാം കാണുന്നുണ്ടായിരുന്നു. ഓരോ വഴിയിലും ഇവരെ കാണുന്നതിന് വേണ്ടിയും ഒക്കെ ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട്. നമുക്ക് ഇവിടുത്തെ ആളിലേക്ക് കൂടി പോകാൻ തോന്നുന്നു. ഈ വീട്ടിലുള്ളതാണോ അതോ കാണാൻ വേണ്ടി വരുന്നതാണോ? കാണാൻ വേണ്ടി ആഞ്ചേരിയിൽ നിന്ന് വന്നതാണ്. എല്ലാ പ്രാവശ്യം വരുന്നതാണോ? ആദ്യമായിട്ട് വന്നതാണ്. ആദ്യമായിട്ട് വരുന്നത്. എങ്ങനെയുണ്ട്? സൂപ്പറാണ്. നേരത്തെ പത്രത്തിലൂടെയൊക്കെ ഇതിനെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷം ഇത് കാണണം എന്നുള്ളൊരു മോഹം വല്ലാതെ മനസ്സിലിങ്ങനെ വിങ്ങി നിറഞ്ഞ് കിടക്കുകയായിരുന്നു. അപ്പോൾ ഈ വർഷം അത് സാധിച്ചു എന്നുള്ളത് ഒരു മഹാഭാഗ്യമായിട്ട് കരുതുകയാണ്. ഇവിടെ തന്നെ ഈ അടുത്ത് തന്നെ വീട്. എല്ലാ വർഷവും കാണാൻ വരാറുണ്ടോ ഇവിടെ? ഇല്ല, ഈ വർഷം വരാറുണ്ട്. ഞാൻ പാലക്കാട്. അതെ അല്ലേ? എങ്ങനെയുണ്ട് ഇത് ഓണപ്പട്ടനെ ആദ്യമായിട്ടാണോ കാണുന്നത്? അല്ല, ഇവിടെ വരുമ്പോ കാണാറുണ്ട്. എല്ലാ പ്രാവശ്യവും ഓണക്കാലത്തിന് വരാറുണ്ടോ? വരാറുണ്ട്. അതാണ് സേതുലക്ഷ്മി. ഇവിടെ നിരവധി ആളുകളാണ്. അവരെല്ലാം തന്നെ ഈ ചടങ്ങ് കാണുന്നതിന് വേണ്ടി ഇപ്പോൾ ദക്ഷിണ കൊടുത്ത് അതിനുശേഷം ഇവിടെ നിന്ന് അവർക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് ആയിരിക്കും മടങ്ങുക. ഇതൊരു ആചാരമാണ്. ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ കാണുന്നത് ആദ്യം ഈ വീട്ടിലേക്കാണ് വന്നത്. ഇതിനു മുമ്പുണ്ടായിരുന്നത് അവരെല്ലാ വീടുകളും സന്ദർശിച്ചതിന് ശേഷം തിരുവോണ ദിവസം വൈകുന്നേരമായിരുന്നു. ഇത് വളരെ കാലം മുമ്പാണ്. ഇവിടെ നിന്ന് നമ്മൾ കേട്ട വാമൊഴിയായി നമ്മൾ കേട്ടതാണ്. ആദ്യം ഏറ്റവും അവസാനമായിരുന്നു ഈ വീട്ടിൽ വന്നിരുന്നത്. പിന്നീട് പക്ഷേ ഇവരുടെ കൂടി സൗകര്യാർത്ഥം ആണ് ആദ്യം ഇവിടെ വരികയും പിന്നീട് മറ്റുള്ള വീടുകളിലേക്ക് പോവുകയും ആണ് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഓണപ്പുട്ടന്മാർ ഇവിടെ എത്തിയിരിക്കുന്നു. മഹാബലിയുടെ പ്രതിരൂപമാണ്. മഹാബലിയെ വരവേറ്റ് കുറ്റ്യാടിയിലെ ഈ ഗ്രാമം മുഴുവൻ, ഇവിടുത്തെ ആളുകളെല്ലാം തന്നെ രാവിലെ ഇത് കാണാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നു. ഉത്രാടവും തിരുവോണ ദിവസവും ഓണപ്പുട്ടന്മാർ ഇവിടുത്തെ വീടുകളിൽ കയറി അനുഗ്രഹം ചൊരിഞ്ഞ് മടങ്ങും. ഇപ്പോൾ അവർക്ക് ദക്ഷിണ കൊടുക്കുന്ന അതിന്റെ ചടങ്ങുകളാണ്, അവരെ വരവേൽക്കുന്ന ചടങ്ങുകളാണ്. പിന്നെ അപ്പൊ പ്രസാദ്, ഇപ്പൊ ഈ ചടങ്ങ് കഴിഞ്ഞിട്ട് ഇപ്പൊ 9 ഓണപ്പുട്ടന്മാരുടെ ഇവര് ഓരോ സ്ഥലത്തായിട്ട് പോകും അല്ലേ? അതെ, ഇവര് ഇവിടെ നിന്ന് ഓരോ സ്ഥലങ്ങളിലേക്കായി പോകും. അതിനുശേഷം നാളെയും മറ്റന്നാളും, അതായത് ക്ഷമിക്കണം, ഇന്നും നാളെയും ഉത്രാട ദിവസവും തിരുവോണ ദിവസവും ആണ് വീടുകളിൽ കയറി അനുഗ്രഹം ചൊരിഞ്ഞ് ദക്ഷിണയൊക്കെ വാങ്ങി സ്ഥലങ്ങളിലേക്ക് പോകുക. ഇവരുടെ ഓണം എന്ന് പറയുന്നത് അവിട്ടം നാളിലാണ്. എന്തായാലും വളരെ മനോഹരമായ ഒരു ചടങ്ങ്. ഗ്രാമീണ പാരമ്പര്യമായിട്ടുള്ള ആചാരങ്ങളെല്ലാം തന്നെ സൂക്ഷിച്ചുകൊണ്ട് വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി ഈ ചടങ്ങ് നടക്കുന്നത്. അപ്പൊ മനോഹരമായ ഒരു ചടങ്ങോട് കൂടിയാണ് നമ്മൾ ഇന്നത്തെ ഈ ഉത്രാട ദിനം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നൽകിയത്.